ഹലോ ഫ്രണ്ട്സ്, പ്രകൃതി ഭംഗി തുളുമ്പുന്ന ഉബുദിലെ ഒരു റിസോർട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നേരം രാവിലെ 7 മണിയായി. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെഡിയായി, താക്കോലൊക്കെ എടുത്ത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ഇങ്ങോട്ട് റൂമിലേക്ക് വന്നത് ബഗ്ഗിയിലായിരുന്നു. തിരിച്ച് നടക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും മനോഹരമായിട്ടുള്ള വ്യൂവും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ എങ്ങനെയാണ് ബഗ്ഗിയിൽ പെട്ടെന്ന് അങ്ങ് പോകുന്നത്? അങ്ങനെ എല്ലാം കണ്ടും ആസ്വദിച്ചും പോകാമെന്ന് വിചാരിച്ചാണ് നമ്മൾ നടന്നത്. ആകെ മൊത്തം ഒരു കാടിൻ്റെ അകത്തിരിക്കുന്ന പോലുള്ള ഒരു ഫീലാണ്. എങ്ങും പച്ചപ്പും ബാലിനീസ് ദേവീ ദേവന്മാരുടെ പ്രതിമകളും ഒക്കെയാണ്. നമ്മൾ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നേരെ അവരുടെ ഫുഡ് സെർവ് ചെയ്യുന്ന സ്ഥലത്ത് വന്നു. അവിടെ ഒരാൾ നമുക്ക് വേണ്ടി അവരുടെ ഒരു ട്രഡീഷണൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വായിച്ചുകൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു. നല്ല രസകരമായിട്ടുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു. വിശാലമായിട്ടുള്ള ഒരു ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് പ്രതീക്ഷിച്ചു പോയ എനിക്ക് കിട്ടിയത് ഒരു മെനുവും ഒരു കപ്പ് കാപ്പിയും ഒരു ഫ്രൂട്ട് ജ്യൂസുമായിരുന്നു. മെനുവിലുള്ള ഐറ്റംസ് മാത്രമേ നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കാൻ പറ്റൂ. അത് തന്നെ ഏതെങ്കിലും ഒരു ഡിഷ് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റൂ. മെനുവിലൂടെ എല്ലാം ഞാനൊന്ന് കണ്ണോടിച്ചു. സത്യം പറയാമല്ലോ, എല്ലാം നല്ല അടിപൊളി ഓപ്ഷൻസ് ആയിരുന്നു കേട്ടോ. ഈ ഒരു മെനു ഫുള്ള് വായിച്ച് ഏത് വേണമെന്ന് ചൂസ് ചെയ്യാൻ തന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം എല്ലാത്തിൻ്റെയും ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ വായിച്ച് നോക്കുമ്പോൾ ഓക്കെ ഇത് ട്രൈ ചെയ്യാൻ തോന്നും. അപ്പോൾ അടുത്തത് നോക്കുമ്പോൾ ഓക്കെ ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നും. അങ്ങനെ ആകെ മൊത്തം കൺഫ്യൂസ്ഡായി. ഇതിലൊന്നും ഉൾപ്പെടാത്ത കുറച്ച് സാധനങ്ങളും കൂടെ അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു കേക്ക്, ഒരു കപ്പ് കേക്ക് പോലത്തെ ഒരു സംഭവം, ഒരു ക്രൊസാന്ത്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് കുറച്ച് ബട്ടറും ജാമും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് മെയിൻ ഡിഷിൻ്റെ കൂടെ ഉള്ളതാണ്. അതിനുശേഷം മെയിൻ ഡിഷ് വന്നു അവക്കാഡോ ഓൺ ടോസ്റ്റ്. അങ്ങനെ ഒരു സംഭവമാണ് ഞാൻ സെലക്ട് ചെയ്തത്. എനിക്ക് എല്ലാ സാധനങ്ങളും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും ലാസ്റ്റ് ഇതിലേക്ക് ഫൈനലൈസ് ചെയ്യായിരുന്നു. നമുക്ക് എക്സ്ട്രാ വേറെ എന്ത് വേണോ വാങ്ങാൻ പറ്റും മെനുവിലുള്ളത്, പക്ഷേ അത് കോംപ്ലിമെൻ്ററി അല്ല. ബ്രേക്ക്ഫാസ്റ്റിലേക്ക് തിരിച്ചു വരാം. വളരെ രുചികരമായിട്ടുള്ള ഒരു ഐറ്റമായിരുന്നു ചൂസ് ചെയ്തിരുന്നത്. കുറച്ച് സാൽമണും സ്ക്രാമ്പിൾഡ് എഗ്ഗും, അതും അധികം ഫ്രൈ ചെയ്യാത്ത ആ ഒരു സ്ക്രാമ്പിൾഡ് എഗ്ഗും, കുറച്ച് വെജിറ്റബിൾസ്, ടൊമാറ്റോ, പിന്നെ കുറച്ച് ലീവ്സ്, ഗ്രീൻ ലീവ്സ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ടായിരുന്നു ഈ ഡിഷിലുണ്ടായിരുന്നത്. വളരെ രുചികരമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു.